ഇന്ന് കേൾക്കുന്നത് പറയിപ്പെറ്റ പന്തിരുകുലം. ജാതിയുടെയും കുലത്തിൻ്റെയും അതിർവരമ്പുകൾ മനുഷ്യരെ ഭരിച്ചിരുന്ന ഒരു കാലത്ത് അതിനെയെല്ലാം കാറ്റിൽ പറത്തി കേരളത്തിൻ്റെ മണ്ണിൽ പരന്നൊഴുകിയ ഒരു മഹാത്ഭുതത്തിൻ്റെ കഥയുണ്ട്. ആ കഥയാണ് പറയിപ്പെറ്റ പന്തിരുകുലം. 12 മക്കൾ, 12 വ്യത്യസ്ത ജാതി തൊഴിൽ പശ്ചാത്തലങ്ങൾ, പക്ഷേ രക്തബന്ധം ഒന്നേ ഒന്ന്. വിക്രമാദിത്യൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ വിക്രമ പണ്ഡിതൻ വരരുചിയിൽ നിന്നാണ് ഈ ഇതിഹാസം ആരംഭിക്കുന്നത്. കേൾക്കാം വരരുചിയുടെ വിധി. ഒരു ദിവസം വിക്രമാദിത്യ മഹാരാജാവ് വരരുചിയോട് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഏതാണെന്ന് ചോദിക്കുന്നു. വനവാസകാലത്ത് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന രാമം ദശരഥം വിദ്ധി എന്ന് തുടങ്ങുന്ന വരിയാണെന്നതെന്ന് പല തിരച്ചിലുകൾക്കൊടുവിൽ വരരുചി കണ്ടെത്തുന്നു. എന്നാൽ അത് കണ്ടുപിടിക്കുന്നതിനിടയിൽ വരരുചിക്ക് ആകാശവാണിയിലൂടെ ഒരു അറിവ് ലഭിക്കുന്നു. അടുത്തുതന്നെ ജനിക്കാൻ പോകുന്ന ഒരു പറയ സമുദായക്കാരിയായ പെൺകുട്ടിയാണ് വരരുചിയുടെ ഭാര്യയാകാൻ പോകുന്നത്. വിധി മാറ്റിയെഴുതാൻ വരരുചി രാജാവിനോട് പറഞ്ഞ് ആ കുഞ്ഞിനെ ഒരു വാഴത്തണ്ടിന്മേൽ വിളക്കുവച്ച് നദിയിൽ ഒഴുക്കുന്നു. എന്നാൽ വിധി തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. നദിയിലൂടെ ഒഴുകി വന്ന കുട്ടിയെ കുളിക്കാനിറങ്ങിയ ഒരു ബ്രാഹ്മണൻ ദൈവപ്രസാദമായി കരുതി വളർത്തുന്നു. വർഷങ്ങൾക്കു ശേഷം യാദൃച്ഛികമായി ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന വരരുചി അവളുടെ ബുദ്ധിവൈഭവത്തിൽ ആകൃഷ്ടനായി വിവാഹം കഴിക്കുന്നു. ശേഷമാണ് അത് താൻ പണ്ട് നദിയിലൊഴുക്കിയ പെൺകുട്ടി തന്നെയെന്ന് വരരുചി തിരിച്ചറിയുന്നത്. തൻ്റെ വിധി തടയാനാവില്ലെന്ന് മനസ്സിലാക്കിയ വരരുചി ഭാര്യയായ പഞ്ചമിയുമായി തീർത്ഥയാത്രക്കിറങ്ങുന്നു. യാത്രയിലുടനീളം അവൾ ഗർഭിണിയാവുകയും ഓരോ കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. പ്രസവിച്ച ഉടൻ വരരുചി ഭാര്യയോട് ഒരു ചോദ്യം ചോദിക്കും: കുട്ടിക്ക് വായുണ്ടോ? പഞ്ചമി മറുപടി പറയും: ഉണ്ട്. ഉടൻ വരരുചി പറയും: എന്നാൽ വായ തന്ന ദൈവം ഇരയും കൊടുക്കും, അതിനെ അവിടെ ഉപേക്ഷിക്കുക. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ പഞ്ചമി കുട്ടികളെ വഴിവക്കിൽ ഉപേക്ഷിച്ച് വരരുചിക്കൊപ്പം മുന്നോട്ടു പോയി. ഇങ്ങനെ പ്രസവിച്ച 11 മക്കളെയും വഴിയിൽ ഉപേക്ഷിച്ചു. 12ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ സഹികെട്ട ആ അമ്മ തൻ്റെ കുഞ്ഞിനെ പിരിയാതിരിക്കാൻ വരരുചിയോട് കള്ളം പറഞ്ഞു: ഇല്ല, ഈ കുട്ടിക്ക് വായയില്ല. വരരുചി പറഞ്ഞു: എന്നാൽ അതിനെ ഉപേക്ഷിക്കേണ്ട, കൂടെ എടുത്തുള്ളൂ. പക്ഷേ എടുത്തു നോക്കിയപ്പോൾ അത്ഭുതം, ആ കുഞ്ഞിന് യഥാർത്ഥത്തിൽ വായ അപ്രത്യക്ഷമായിരുന്നു. വായയില്ലാത്ത ആ കുഞ്ഞിനെ വരരുചി ഒരു മലമുകളിൽ പ്രതിഷ്ഠിച്ചു. ആ കുട്ടിയാണ് പിന്നീട് വായില്ലാ കുന്നിലപ്പൻ എന്ന പേരിൽ ദൈവമായി മാറിയത്. മറ്റുള്ള 11 മക്കളെയും വഴിയിൽ നിന്നും കണ്ടുകിട്ടിയ വിവിധ ജാതിയിലും തൊഴിലിലുമുള്ള കുടുംബങ്ങൾ ആദരവോടെ ദത്തെടുത്തു വളർത്തി. ഒന്നാമത്തെയാൾ മേഴത്തോൾ അഗ്നിഹോത്രി, ബ്രാഹ്മണൻ, യാഗങ്ങൾ നടത്തി പ്രശസ്തനായി. രണ്ടാമൻ പാക്കനാർ, മുള കൊണ്ടുള്ള കുട്ട നെയ്യുന്ന പറയ സമുദായക്കാരൻ. മൂന്നാമൻ പെരുന്തച്ചൻ, ശില്പകലയിലെയും തച്ചശാസ്ത്രത്തിലെയും മഹാത്ഭുതം. നാലാമത്തെയാൾ രചകൻ, അലക്കുകാരൻ. അഞ്ചാമൻ വള്ളോൻ, തുണിക്കാരൻ, ഒരു പുലയ സമുദായക്കാരൻ. ആറാമൻ വടുതല നായർ, യോദ്ധാവ്, കളരിപ്പയറ്റ് ആചാര്യൻ. ഏഴാമൻ ഉപ്പുകൂട്ടൻ, ഉപ്പുകച്ചവടക്കാരൻ. എട്ടാമൻ കരക്കാലമ്മ, ഒരു മകൾ മാത്രം, അവളാണ് കരക്കാലമ്മ. തൃശ്ശൂരിലെ കാരയ്ക്കൽ പ്രഭുകുടുംബം വളർത്തി. 9ാമത്തേത് കാവൂരുമ്മ ഭട്ടതിരി, പണ്ഡിതൻ. 10ാമത്തേത് നാറാണത്ത് ഭ്രാന്തൻ, വലിയ ഉരുളൻ കല്ലുകൾ മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റി താഴേക്ക് തള്ളിയിട്ട് ഉറക്കെ ചിരിച്ചിരുന്ന തത്വജ്ഞാനി. 11ാമൻ അകവൂർ ചാത്തൻ, വൈശ്യ കുടുംബത്തിലെ കാര്യസ്ഥൻ. 12ാമൻ വായില്ലാ കുന്നിലപ്പൻ, ദൈവം. വ്യത്യസ്ത വീടുകളിലും ജാതികളിലും വളർന്നുവെങ്കിലും ഈ സഹോദരങ്ങൾ വർഷത്തിലൊരിക്കൽ തങ്ങളുടെ ജ്യേഷ്ഠനായ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത്, അതായത് തൃശൂർ തളിപ്പറമ്പ് മേഖലകളിൽ
പിതൃതർപ്പണത്തിനായി ഒത്തുചേരുമെന്നായിരുന്നു ഐതിഹ്യം. ജാതി സമത്വത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. രക്തവും ആത്മാവും ഒന്നാണ്. പുറമേയുള്ള വേഷവും ജാതിയും മനുഷ്യൻ നിർമ്മിച്ച വേലിക്കെട്ടുകൾ മാത്രം.